ഈ ക്വസ്റ്റിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണത് മെറ്റീരിയൽസ് ആൻഡ് റെലവൻറ്റ് കോസ്റ്റ് ആണ്. ഒരു മെറ്റീരിയൽ സെറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അവരെന്നെ പറയുന്നുണ്ട് എത്ര കിലോഗ്രാം മൊത്തം വേണ്ടതെന്ന്. സോ ഇവിടെ മൊത്തത്തിൽ നമുക്ക് 400 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽസ് ആണ് ഈ പറഞ്ഞ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇവർക്ക് മെറ്റീരിയൽ സെറ്റ് ഇൻവെന്ററിയിൽ അവൈലബിളേ അല്ല. അതിന് ഒരു മെറ്റീരിയൽ സെറ്റിനെ പറ്റി 3 ഓപ്ഷൻസാണ് പറയുന്നത്. സോ ബിഫോർ യു ഗോയിങ് എ ഹെഡ് ഇൻ വീഡിയോ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സോ ഹോപ്പ് യു റെഡ് ദ ക്വസ്റ്റ്യൻ ഓൾറെഡി. ഓപ്ഷൻ നമ്പർ 1 നമുക്ക് നോക്കാം. ഈ പറയുന്ന മെറ്റീരിയൽസ് നമുക്ക് ഒരു മാസത്തിന് ശേഷമേ ആവശ്യമുള്ളൂ. സോ പർച്ചേസ് മെറ്റീരിയൽസ് റൈറ്റ് നൗ. മെറ്റീരിയൽസ് റൈറ്റ് നൗ ഫോർ കോൺട്രാക്ട് ആഫ്റ്റർ 1 month. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മാസത്തിന് ശേഷമുള്ള കോൺട്രാക്ടിന് വേണ്ടി ഇപ്പോഴേ മെറ്റീരിയൽസ് വാങ്ങിച്ചു വെക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പറയുന്ന മെറ്റീരിയൽ പെരീഷബിൾ ഇൻ നേച്ചർ ആണ്. അതായത് ഇവിടെ ഈ മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തതിന് ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗൈസ്, നമുക്ക് ആഫ്റ്റർ 1 month ഒരു 1 കിലോഗ്രാം മെറ്റീരിയൽ വേണമെന്ന് വിചാരിക്കാം. നമുക്ക് ആഫ്റ്റർ 1 month 1 കിലോഗ്രാം മെറ്റീരിയൽ വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് എത്ര കിലോഗ്രാം വാങ്ങിക്കണം? പർച്ചേസ് നൗ എത്ര കിലോഗ്രാം ആയിരിക്കും? അത് 1 കിലോഗ്രാം വാങ്ങിച്ചാൽ മതിയോ? പോരാ, കാരണം ഇവിടെ ലോസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പെരീഷബിൾ ആയിട്ടുള്ള ഒരു ഗുഡാണ്. എത്ര പെർസെൻറ്റേജ് ആ പ്രൊഡക്ഷന് ഭാഗമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്? 20% നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ആഫ്റ്റർ 1 month 1 കിലോഗ്രാം മെറ്റീരിയൽ വേണമെങ്കിൽ അപ്പം നമ്മൾ എത്ര ഇന്ന് വാങ്ങിച്ചു വെക്കണം? നമ്മൾ ഇന്ന് 100% വാങ്ങിക്കണം. ആഫ്റ്റർ 1 month 20% പോയിട്ട് അത് എത്ര പെർസെൻറ്റേജ് ആവും? അത് 80% ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇന്ന് എത്ര കിലോഗ്രാം മെറ്റീരിയൽ വാങ്ങിച്ചു വെക്കണം? സോ പെർച്ചേസ് നൗ എത്രയാണ്? നമുക്ക് 100% കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇന്ന് 100% വാങ്ങിച്ചു വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ എൻ്റെ ലോസും പോയിട്ട് അവിടെ 80% ബാക്കി ഉണ്ടായിക്കോളും. ദാറ്റ്സ് വാട്ട് ഐ നീഡ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. അപ്പോൾ ആ 1 കിലോഗ്രാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 കിലോഗ്രാം 80% ആണ്, ഡിവൈഡ് ബൈ 80% ചെയ്യുന്നു, മൾട്ടിപ്ലൈഡ് ബൈ 100% ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു മാസത്തിന് ശേഷം 1 കിലോഗ്രാം വേണമെങ്കിൽ ഞാൻ ഇന്ന് എത്ര കിലോഗ്രാം വാങ്ങിച്ചു വെക്കണം? 1.25 കിലോഗ്രാംസ് വാങ്ങിച്ചു വെക്കണം. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് പ്രൈസ് എത്രയാണ്? ഈവൻ ദോ പ്രൈസ് $20 per കിലോഗ്രാം ഉള്ളെങ്കിലും, പക്ഷെ ഞാൻ 1 കിലോഗ്രാം വാങ്ങിച്ചു വെച്ചാൽ മതിയോ അടുത്ത മാസം 1 കിലോഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട്? പോരാ, അത് കൂടുതൽ വാങ്ങിച്ചു വെക്കണം. സോ എന്റെ എഫക്റ്റീവ് പ്രൈസ് അവിടെ എത്ര വരുന്നു 1 കിലോഗ്രാമിന്? റൈറ്റ് നോ 20 ഉള്ളെങ്കിലും, പക്ഷെ ഞാൻ ഇന്ന് എത്ര കിലോഗ്രാം വാങ്ങിച്ചു വെക്കണം? 1.25 കിലോഗ്രാം വാങ്ങിച്ചു വെക്കണം 1 കിലോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പം എൻ്റെ 1 കിലോഗ്രാമിന്റെ എഫക്റ്റീവ് പ്രൈസ് എത്രയാണ്? 1.25 മൾട്ടിപ്ലൈ ബൈ 20 വിച്ച് വിൽ ഗിവ് us 25. സോ ആദ്യത്തെ കേസിൽ എൻ്റെ എഫക്റ്റീവ് പ്രൈസ് 25 per കിലോഗ്രാം ആണ്. ഇതാണ് ഓപ്ഷൻ നമ്പർ 1. അപ്പൊ ഞാൻ നാളെ 1 കിലോഗ്രാം വേണമെങ്കിൽ ഇന്ന് 1.25 കിലോഗ്രാം വാങ്ങിച്ചു വെക്കുന്നു. സോ എഫക്റ്റീവ്ലി ഐ എം സ്പെൻഡിങ് 25 per കിലോഗ്രാം. ഇനി ഓപ്ഷൻ നമ്പർ 2ലേക്ക് പോകും, വിച്ച് ഇസ് പ്രിറ്റി സിമ്പിൾ, ഒന്നും ചെയ്യാനില്ല. ഓപ്ഷൻ നമ്പർ 2ലേക്ക് വരാൻ നേരത്ത് അവർ ഈ പർച്ചേസ് ചെയ്യുന്ന ഒരു മാസത്തിന് ശേഷമാണ്. അപ്പം നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന അതേ മെറ്റീരിയൽസ് നമുക്ക് പ്രൊജക്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. സ്റ്റോറേജ് ഇൻ ടേംസ് ഓഫ് ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ വാങ്ങിയ സാധനം അപ്പം തന്നെ ഉപയോഗിക്കുന്നത്, ലോസ് ഉണ്ടാവുന്നില്ല. സോ അവിടുത്തെ പ്രൈസ് എത്ര വരുന്നത്? അവിടുത്തെ പ്രൈസ് ഒരു മാസത്തിന് ശേഷമാണെങ്കിൽ ഇറ്റ്സ് 24 per കിലോഗ്രാം. കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ 3. ഓപ്ഷൻ നമ്പർ 3ക്ക് അത് ചെറിയൊരു പ്രശ്നവും കൂടിയുണ്ട്. നമ്മളൊരു മോഡിഫിക്കേഷൻ ചെയ്യാണ്ടി പോകുന്നത്. പക്ഷെ ഈ പറയുന്ന കാര്യത്തിന് നമുക്ക് ആകെ മാക്സിമം 200 കിലോഗ്രാമേ അവൈലബിലിറ്റി ഉള്ളൂ. അത് ചെറിയൊരു കൺസേൺ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ മെറ്റീരിയൽ അവർ എന്തിനു വേണ്ടി പ്ലാൻ ചെയ്ത മെറ്റീരിയൽ ആയിരുന്നു? ഇത് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന മെറ്റീരിയൽസ് ആയിരുന്നു. ആ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യാണ്ടി പോവാണ്? ഇനി ആ പ്രൊജക്റ്റിനടുത്തിലെ കോൺട്രാക്റ്റിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. സ്ക്രാപ്പ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടുമായിരുന്നു? 18 per കിലോഗ്രാം കിട്ടുമായിരുന്നു. പക്ഷെ വൺസ് ഞാൻ ഈ കോൺട്രാക്റ്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 18 per കിലോഗ്രാം കിട്ടുമോ? ഇല്ല. അതെന്റെ എന്ത് കോസ്റ്റ് ആയിട്ട് മാറും? അതെന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് മാറും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റെലവൻറ്റ് കോസ്റ്റ് ആണ്, അത് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. സോ വിൽക്കാൻ വെച്ചിരുന്ന മെറ്റീരിയൽസ് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിൽക്കാൻ പറ്റുന്നില്ല. സോ 18 നഷ്ടമാകുന്നു, അത് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിന് കൂടെ നമുക്ക് എന്തും കൂടെ വരുന്നുണ്ട്? ഒരു മോഡിഫിക്കേഷൻ കോസ്റ്റും കൂടെ വരുന്നുണ്ട്. എത്ര മോഡിഫിക്കേഷൻ കോസ്റ്റ് വരുന്നത്? അവർക്ക് ഓരോ കിലോഗ്രാമും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4 per കിലോഗ്രാം കോസ്റ്റ് വരുന്നുണ്ട്. സംഗതി നോക്കുവാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഓരോ കിലോഗ്രാം മോഡിഫൈ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്ലസ് മോഡിഫിക്കേഷൻ കോസ്റ്റ് അവിടെ എത്ര വരുന്നുണ്ട്? 22 per കിലോഗ്രാം എഫക്റ്റീവ് പ്രൈസ് വരുന്നുണ്ട്. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എൻറ്റയർ റിക്വയർമെന്റിന്റെ റിലവന്റ് കോസ്റ്റ് ആണ്. സോ റിക്വയർഡ് 400 കിലോഗ്രാം ആണ്.
ഗൈസ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ? ഓപ്ഷൻ നമ്പർ 3 ആണ്. അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമ്മൾ അതേ പിക്ക് ചെയ്യത്തുള്ളൂ. സി ഓപ്ഷൻ നമ്പർ 3 ചൂസ് ചെയ്യുന്നത് പ്രശ്നം, ഓപ്ഷൻ നമ്പർ 3ക്കകത്ത് നമുക്ക് മാക്സിമം എത്ര കിലോഗ്രാം ഉള്ളൂ? ആസ് മെൻഷൻ ഡീലിയർ നമുക്ക് 200 കിലോഗ്രാമേ ഉള്ളൂ. ആ 200 കിലോഗ്രാം നമുക്ക് എത്ര കോസ്റ്റ് വരും? 22 per കിലോഗ്രാം വെച്ച് കോസ്റ്റ് വരും. സോ അവിടെ ടോട്ടൽ എമൗണ്ട് 4400 വരും. സോ ഇത് മാത്രം പോരാ, നമ്മൾ ഇനി ഒന്നും കൂടെ പിക്ക് ചെയ്യണം. ബാക്കിയുള്ള 200 കിലോഗ്രാമിന് ഒന്നും കൂടെ പിക്ക് ചെയ്യണം. സോ അതിന് ഏറ്റവും ബെസ്റ്റ് ആവുന്ന ഏതായിരിക്കും? ഓപ്ഷൻ 1ന് 25 ആണ്, ഓപ്ഷൻ 2ന് 24 ആണ്. അപ്പൊ ഞാൻ ഏത് പിക്ക് ചെയ്യത്തുള്ളൂ? ഞാൻ ഓപ്ഷൻ 2 പിക്ക് ചെയ്യത്തുള്ളൂ. കാരണം അതാണ് ചീപ്പർ ആയിട്ടുണ്ടാ. ഒരു 200 കിലോഗ്രാം കൂടെ വേണം. അതിന് അതിന് എത്ര വെച്ച് വരുന്നുണ്ട്? 24 per കിലോഗ്രാം വെച്ച് വരുന്നുണ്ട്. അതിന് കോസ്റ്റ് 4800 വരാം. അപ്പൊ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ രണ്ടിന്റെയും കൂടെ കൂടി ടോട്ടൽ റെലവന്റ് കോസ്റ്റ് എത്ര വരുന്നത്? 4400 പ്ലസ് 4800, അവിടെ 9200 ആണ് റെലവന്റ് കോസ്റ്റ് വരാം. ദിസ് എ ബിറ്റ് കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലാക്കുന്ന വഴി യു ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് മെറ്റീരിയൽസിന്റെ റെലവന്റ് കോസ്റ്റ് കാൽക്കുലേഷൻ പഠിക്കാം, ഇങ്ങനെ വരുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. സോ ദിസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോ റിപ്പീറ്റ് ദിസ് വൺസ് അഗെയിൻ.